ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ചെറുപുഴ കൃഷിഭവൻ സന്നദ്ധ സംഘടനകളുമായി കൈകോർത്ത് കർഷകർക്കായി നടപ്പിലാക്കുന്ന ഒപ്പം കാർഷിക പരിശീലനം പരമ്പരയുടെ ഭാഗമായി വിയറ്റ്നാം മോഡൽ കുരുമുളക് പരിശീലനം സംഘടിപ്പിച്ചു. റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി കണ്ണൂരുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിശീലനം ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സഹപ്രവർത്തകരുമായി ആലോചിച്ച് ഇവിടെ ആദ്യം ഒരു പരിശീലന പരമ്പരയാണ് ആഗ്രഹിച്ചത്. അതാണ് ആരംഭിച്ചത്. അതായത് സാധാരണ രീതിയിൽ നമ്മുടെ കൃഷി വകുപ്പ് നാമമാത്രമായ 1-2 പരിശീലനങ്ങൾ കർഷകർക്ക് നൽകാറുണ്ട്. പക്ഷെ ഇവിടെ കർഷകർ ആവശ്യപ്പെടുന്ന, അവരാഗ്രഹിക്കുന്ന പരിശീലനം അവർക്ക് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി കർഷകരിൽ നിന്ന് വന്ന ആവശ്യമനുസരിച്ച് നമ്മളൊരു ഒപ്പം എന്ന് പറയുന്ന ഒരു പരിശീലന പരമ്പരയ്ക്ക് തന്നെ തുടക്കം കുറിക്കുകയാണ് ഇവിടെ ചെയ്തത്. ആ ഒപ്പം എന്ന് പറയുന്ന പരിശീലന പരമ്പരയിലെ ആദ്യത്തെ പരിശീലനം ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട കുൺകൃഷി പരിശീലനമായിരുന്നു. ഈ കുൺകൃഷി പരിശീലനം ഇതിന്റെ തൊട്ടടുത്ത ഹാളിൽ നമ്മളെ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ ഇവിടെയുള്ള നായന സ്മാരക വായനശാലയുമായി ബന്ധപ്പെട്ട് നടത്തിയതിനെ തുടർന്ന് അത് 150ഓളം ആളുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിനെ തുടർന്ന് അതിന്റെ മേൽ ആ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഏകദേശം 25ഓളം പരിശീലനങ്ങൾ നൽകുകയും അത് ഗ്രാമം എന്ന രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുൺകൃഷി ചെയ്യാൻ കർഷകർ സന്നദ്ധരാകുകയും ഏകദേശം 5ഓളം കുടുംബങ്ങൾ മാസത്തിൽ ഒരു 40,000 രൂപ വരുമാനം വരുന്ന വിധത്തിൽ കുൺകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഒരുപാട് പരിശീലനങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ടായി. ആ പരിശീലനം സിദ്ധിച്ച കർഷകർ ഇവിടെ അത് തുടർന്നു കൊണ്ടുപോകുന്നതാണ്. ഞാൻ ഇതിനിടയിൽ ഒരു കർഷകന്റെ കൃഷി സ്ഥലത്ത് പോയ സമയത്ത് അദ്ദേഹം തിരുവനന്തപുരം ഒരു കർഷകന്റെ കൃഷി സ്ഥലത്ത് പോയ സമയത്ത് ഇവിടെ ബഡ് ഗ്രാഫ്റ്റിംഗ് ലേഖനം നമ്മൾ പരിശീലനം കൊടുത്തിരുന്നു. അദ്ദേഹം തക്കാളി ബഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി വഴുതന ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ബാക്ടീരിയൽ വിൽഡ് എന്ന് പറയുന്ന രോഗമാണ്. അതായത് നമ്മൾ നട്ട ഉടനെ തന്നെ കായ്പിടിക്കാനാകുന്ന സമയത്ത് വാട്ടരോഗം വരുന്നതാണ്. പക്ഷെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളിൽ വാട്ടരോഗം വരുന്നില്ല. അപ്പൊ ഗ്രാഫ്റ്റിംഗ് മനസ്സിലാക്കി ദുർബലമായ സസ്യങ്ങളിൽ ഗ്രാഫ്റ്റിംഗ് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ശ്രമകരമാണ്. പക്ഷെ അദ്ദേഹം 2-3 തക്കാളി ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് അവിടെ ഒരുപാട് തക്കാളി പിടിച്ചു കിടക്കുന്നത് മനം പൊലിപ്പിക്കുന്ന കാഴ്ചയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെ കുറിച്ച് ആത്യന്തികമായി അതിന്റെ രോഗ കീടബാധ എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ള നിങ്ങളുടെ സ്വയം അറിവ്, അതിന് വളപ്രയോഗം എങ്ങനെ വേണമെന്നുള്ള നിങ്ങളുടെ സ്വയം അറിവ്, ഈ അറിവൊക്കെ സിദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് കൃഷിയും നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി AT രാജേഷ്, ലയൺസ് ക്ലബ് പ്രസിഡന്റ് MTP അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന യുവ കർഷക അവാർഡ് ജേതാവ് ജിനേഷ് കാളിയാനി ക്ലാസ് നയിച്ചു. 100ഓളം കർഷകർ ക്ലാസ്സിൽ പങ്കെടുത്തു. പക്ഷേ നമ്മുടെ നിശ്ചിത സ്ഥലത്തിലുള്ള ചില നിശ്ചിത ഭരണാധികാരികൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ചില കടുവയോ കാട്ടാനയോ ആണ് ആ സ്ഥാനങ്ങളിൽ ഇരുന്നതെങ്കിൽ കൃഷിക്കാർക്ക് ഇതിലും കൂടുതൽ ഔദാര്യം ലഭിക്കില്ലേ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ഞാൻ ഈ രീതിയിലേക്ക് എത്തി വന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, കഥയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു എന്നുള്ളതേ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ രീതിയിലേക്ക് എത്തി വന്നത്, ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന മേഖല കാർഷിക മേഖലയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ആ ഒരു കാർഷിക മേഖലയെ ഒരു ബിസിനസ്സായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള ബുദ്ധിയും സൂക്ഷ്മബുദ്ധിയും പൂർണ്ണബുദ്ധിയും തീക്ഷ്ണമായ ആഗ്രഹവും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടും എന്റെ അറിവും പ്രാപ്തിയും വെച്ചിട്ടുള്ള നൂതനമായ കൃഷി രീതികൾ പിൻകാലത്തും കാലഘട്ടത്തിലും ഞാൻ ആവിഷ്കരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ആരെ താത്തി പറയുന്നതോ ആരെ മാറ്റി നിർത്തി പറയുന്നതോ ഒന്നുമല്ല. പരമ്പരാഗതമായി നമ്മൾ ചെയ്തു പോരുന്ന കൃഷി രീതികൾ ചെയ്തു പോയാൽ ഒരു ജീവിതത്തിൽ ഇനി രക്ഷപ്പെടില്ല. അതോടൊപ്പം പരമ്പരാഗത രീതിയിലുള്ള കൃഷി രീതികൾ നമ്മൾ മാറ്റി നിർത്തി ഏറ്റവും ആധുനികവും ഏറ്റവും സാങ്കേതികത്വവും നിറഞ്ഞ കൃഷി രീതികൾ അവലംബിക്കാൻ കേരളത്തിലെ കൃഷിക്കാരൻ പ്രത്യേകിച്ച് നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുമായി കൂട്ടുചേർന്ന് ഇങ്ങനെയുള്ള പരിശീലന പരിപാടികളിൽ ഞാൻ ക്ലാസ്സിലെടുക്കാനായി തീരുമാനിച്ചത്. നമുക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും
അതോടൊപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, യുവാക്കൾ കടന്നു വരാൻ മടിക്കുന്ന ഒരു മേഖല കൃഷി മേഖല. പക്ഷേ തന്റെ ആയിരക്കണക്കിന് 10,000-കണക്കിന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം ഉണ്ടാകുന്ന ജോലി നിർത്തിവെച്ചുകൊണ്ട് കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് ഈ കൃഷിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പലതരത്തിലുള്ള കൃഷികൾ ചെയ്ത് വിജയിപ്പിച്ച് അത് ജനങ്ങൾക്ക് കൂടി എത്തിച്ചേരണമെന്ന ആഗ്രഹം മുന്നിൽ കേരള സ്വാഗത കരസ്ഥമാക്കിയ ബഹുമാനപ്പെട്ട ദിനേശ് കാളിയാൻ സാറാണ് ഇത് നമുക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ എത്തിയിരിക്കുന്നത് വിശദമായ നല്ല എഫക്റ്റീവായിട്ടുള്ള ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾക്കോ ഒന്നുമല്ല ഇന്നത്തെ ഈ മീറ്റിംഗിൽ പ്രാധാന്യമുണ്ട്. ഈ പരിശീലന പരിപാടികൾ നടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ എന്തൊക്കെ നമുക്ക് മേടിച്ചുകൊണ്ട് ഐഡിയ അല്ലെങ്കിൽ ജ്ഞാനം നേടിക്കൊണ്ട് തിരിച്ചു പോകാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ കാർഷിക മേഖല ഒത്തിരിയേറെ കർഷകർ, നമുക്കറിയാം കർഷകരാണ് നമ്മുടെ പ്രദേശത്തിന്റെ ഏറ്റവും അധികം ജനങ്ങൾ. കാർഷിക മേഖലയിലാണ് ഏറ്റവും അധികം ആളുകൾ വ്യാപരിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഒരിക്കലും സർവീതരല്ലാത്ത, ഒരിക്കലും ഗുണകരമായ ജീവിത അന്തസ്ഥയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ കർഷക സുഹൃത്തുക്കൾ എന്നത്. വലിയ വിലയുള്ള സാധനമായിരുന്നു. അതൊക്കെ ആ രീതിയിലേക്കുള്ള കൃഷി രീതിയൊക്കെ ഇപ്പം അസ്തമിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു കൃഷി രീതി നമ്മുടെ നാട്ടിലെ കർഷകർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. അത് നമ്മുടെ വ്യവസായ രംഗത്തായാലും അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ കൃഷി രീതി നന്നായി പോയി കഴിഞ്ഞ് വികസിച്ച മേഖലയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മളത് വ്യവസായ മേഖലയ്ക്കും വളരെയേറെ ഗുണം ചെയ്യും. ഈ കൃഷി രീതി എല്ലാവരും പഠിച്ച് ഇത് വളരെയേറെ നമ്മുടെ നാട്ടിലെ കാർഷിക വ്യവസായ രംഗത്ത് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയിക്കും. വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, smartphone and laptop services. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെന്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.